അടുത്തതാണ് നമ്മുടെ മെയിൻ സാധനം ഫങ്ഷണൽ ഏരിയാസ്. നമുക്ക് എല്ലാ സമയത്തും ആവശ്യം വരുന്ന ഒരു സാധനമാണിത്. നമ്മളിത് നല്ലോണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഓരോ കണ്ടീഷൻസ് കാണുമ്പോഴും, അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ കണ്ടീഷൻസ് ആണെങ്കിലും, ഏതൊരു ബ്രെയിൻ ഇഞ്ചുറിയുടെ കണ്ടീഷൻസ് ആണെങ്കിലും നമുക്ക് ആ ഫീച്ചേഴ്സ് വെച്ച് പറയാൻ പറ്റും ബ്രെയിനിന് എവിടെയാണ് ഇഞ്ചുറി വന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു MRI ഒക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഇതൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, ഇതൊക്കെ ലോബാണ് എഫക്റ്റഡ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. ഞാനിതെപ്പോഴും പഠിക്കുന്നത് ഈ ഒരു ഓർഡറിലായിരുന്നു പഠിക്കുന്നത്. അതായത് 4, 6, 6, 8, പിന്നെ 9, 10, 11, 12, പിന്നെ 44, 45. ഇത് ഇത്രയുമാണ് ഫ്രോണ്ടലിനകത്ത് വരുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം, പക്ഷെ ഞാൻ ഇത് ഇങ്ങനെ രീതിയിൽ പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ രീതിയിൽ പറഞ്ഞുതരാം. ആദ്യത്തെ ഫ്രോണ്ടലിനകത്താണ് ഫസ്റ്റ് മോട്ടോർ ഏരിയ, പ്രീ മോട്ടോർ ഏരിയ, ഫ്രോണ്ടൽ ഐ ഫീൽഡ്, മോട്ടോർ സ്പീച്ച്, പ്രീ ഫ്രോണ്ടൽ. ആദ്യത്തേതാണ് ഫ്രോണ്ടലിനകത്ത് ആദ്യത്തേതാണ് മോട്ടോർ ഏരിയ അല്ലെങ്കിൽ ഏരിയ നമ്പർ 4. ഇതെന്ന് പറയുന്നത് നമ്മളെ പ്രീ സെൻട്രൽ ഗൈറസും പാരാ സെൻട്രൽ ലൊബ്യൂൾ. ഇത് നമുക്ക് ലൊക്കേഷൻ ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഓർത്ത് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏരിയയുടെ പേരും അതിൻ്റെ ഏരിയ നമ്പരും ഫംഗ്ഷനും എങ്കിലും പഠിച്ചു വെക്കണം. പ്രീ സെൻട്രൽ ഗൈറസും പാരാ സെൻട്രൽ ലൊബ്യൂളുമാണ് ഉള്ളത്. പ്രീ സെൻട്രൽ ഗൈറസ് നമ്മളുടെ ഫ്രോണ്ടൽ ലോബിൽ, അതായത് സൂപ്പറലാറ്ററൽ സർഫസിൽ ഫ്രോണ്ടൽ ലോബിൽ നമ്മൾ സെൻട്രൽ ഗൈറസിന് മുന്നേ, സെൻട്രൽ സൽക്കസിന് മുന്നേ ഉള്ള ഗൈറസ് എന്ന് പറഞ്ഞ് പഠിച്ചതാണ് പ്രീ സെൻട്രൽ ഗൈറസ്. പാരാ സെൻട്രൽ ലൊബ്യൂൾ എന്ന് പറയുന്നത് നമ്മളുടെ പെറൈറ്റൽ ലോബിനകത്ത് പഠിച്ചതാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ വോളണ്ടറി ആക്ടിവിറ്റീസ് ഓഫ് ഓപ്പോസിറ്റ് ഹാഫ് ഓഫ് ദി ബോഡി. അപ്പോൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ഓപ്പോസിറ്റ് ഹാഫ് ഓഫ് ദി ബോഡിയിൽ അയാളെ ഫ്രോണ്ടൽ ലോബാണെന്ന് ആലോചിച്ചോണം. ഈ ഫ്രോണ്ടൽ ലോബിനകത്തുള്ള ഏരിയ നമ്പർ 4 ആണ് അയാൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അടുത്തതാണ് പ്രീ മോട്ടോർ ഏരിയ അല്ലെങ്കിൽ ഏരിയ നമ്പർ 6. ഇതെന്ന് പറയുന്ന പോസ്റ്റീരിയർ പാർട്ട് ഓഫ് സുപ്പീരിയർ മിഡിൽ ആൻഡ് ഇൻഫീരിയർ ഫ്രോണ്ടൽ ഗൈറ. സുപ്പീരിയർ മിഡിൽ ഫ്രോണ്ടൽ ഗൈറയുടെ പോസ്റ്റീരിയർ പാർട്ടിലായിട്ടാണ് പ്രീ മോട്ടോർ ഏരിയ കാണപ്പെടുന്നത്. ഇത് നമ്മൾ എക്സ്ട്രാ പിരമിഡൽ സിസ്റ്റംസിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ്. എക്സ്ട്രാ പിരമിഡൽ സിസ്റ്റം ഏതൊക്കെയാണ്, അതിൻ്റെ ട്രാക്ട് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ സ്പൈനൽ കോഡിൻ്റെ കൂടത്തിൽ പഠിച്ചായിരുന്നു. അപ്പോൾ അത് നോക്കിയാൽ മതി. അത് കൺട്രോൾ എക്സ്ട്രാ പിരമിഡൽ സിസ്റ്റമാണ്. അടുത്തതാണ് ഫ്രോണ്ടൽ ഐ ഫീൽഡ്. അപ്പോൾ ഇത് 4 ആയി 6 ആയി. ഇനി 6, 8 ഒരുമിച്ച് വരുന്ന, അതായത് 6ലും 8ലും ഒരുമിച്ച് വരുന്ന ഏരിയയാണ് ഫ്രോണ്ടൽ ഐ ഫീൽഡ്. പോസ്റ്റീരിയർ പാർട്ട് ഓഫ് മിഡിൽ ഫ്രോണ്ടൽ ഗൈറസ്. മിഡിൽ ഫ്രോണ്ടൽ ഗൈറസിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിലാണ് കാണപ്പെടുന്നത്. ഇത് നമ്മൾ ഹൊറിസോണ്ടൽ കോൺജുഗേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി ഐ. അതായത് നമ്മൾ ഐ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് ഈ കണ്ണ് തന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി കോൺജുഗേറ്റ് മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഫ്രോണ്ടൽ ഐ ഫീൽഡ്. അതായത് നമുക്കൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്ന, നമ്മളെ തലയ്ക്ക് അനുസരിച്ച് കണ്ണിൻ്റെ മൂവ്മെൻറ്റ് അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾ. അടുത്തതാണ് മോട്ടോർ സ്പീച്ച്. ഇത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മോട്ടോർ സ്പീച്ചും ഉണ്ട്, സെൻസറി സ്പീച്ചും ഉണ്ട്. നമുക്ക് നോക്കാം. മോട്ടോർ സ്പീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെയാണ് നമ്മൾ ബ്രോക്കാസ് ഏരിയ എന്ന് വിളിക്കുന്നത്. 44ഉം 45ഉം അത് ആലോചിച്ചാണ്. ഇത് ഫ്രോണ്ടൽ ലോബിനകത്താണ്. 44 ആൻഡ് 45 ആണ് മോട്ടോർ സ്പീച്ച്. ഇത് നമ്മളെ പാർസ് ട്രയാങ്കുലാരിസ് ആൻഡ് പാർസ് ഓപ്പർക്യുലാരിസ് പഠിച്ച ഓർമ്മയുണ്ടോ? നമ്മളെ സൂപ്പറലാറ്ററൽ സർഫസിൽ ഫ്രോണ്ടൽ ലോബിനകത്ത് താഴെ നമ്മൾ ഒരു വൈ ഷേപ്ഡിനകത്ത് സൾക്കസ് വരച്ചിട്ട് അതിൻ്റെ നടുക്ക് ട്രയാങ്കുലാരിസ് ഓപ്പർക്യുലാരിസ് വരച്ചായിരുന്നു. അവിടെ വരുന്ന ട്രയാങ്കുലാരിസ് ആൻഡ് ഓപ്പർക്യുലാരിസിനകത്താണ് മോട്ടോർ സ്പീച്ച് ഏരിയ ആയിട്ടുള്ള 44ഉം 45ഉം ഉള്ളത്. ഇത് നമ്മളെ സ്പോക്കൺ സ്പീച്ചിനാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോൾ എനിക്ക് വേർഡ്സ് ക്രിയേറ്റ് ചെയ്ത്, എൻ്റെ മൈൻഡിലുള്ള ഐഡിയാസ് ഞാൻ വേർഡ്സ് ക്രിയേറ്റ് ചെയ്ത് പുറത്തേക്ക് പറയുന്നു. ഈ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് മോട്ടോർ സ്പീച്ച് ഏരിയ. അതായത് ആ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റണം. എനിക്ക് ഐഡിയ എല്ലാം ഉണ്ട്. ചിലപ്പോൾ ഈ മോട്ടോർ സ്പീച്ച് ഏരിയയ്ക്കാണ് പ്രശ്നം വരുന്നതെങ്കിൽ എനിക്ക് ഐഡിയ എല്ലാം കാണും, എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എനിക്ക് സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഒരു പെൻസിലും പേനയും തന്നു കഴിഞ്ഞാൽ ഞാനത്, പെൻസിലും പേപ്പറും തന്നു കഴിഞ്ഞാൽ ഞാൻ അത് എഴുതി കാണിക്കും. പക്ഷേ എനിക്കത് മോട്ടോർ സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതിനെയാണ് നമ്മൾ ബ്രോക്കാസ് ഓഫ് ഫേസ് എന്നൊക്കെ വിളിക്കുന്നത്. അടുത്തതാണ് പ്രീ ഫ്രോണ്ടൽ. ഇത് 9, 10, 11, 12 ഈ 4 ഏരിയാസിലും കൂടെ വൈഡായിട്ടാണ് നമ്മളെ പ്രീ ഫ്രോണ്ടൽ ഏരിയ അല്ലെങ്കിൽ കിടക്കുന്നത്. റിമൈനിങ് ലാർജ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ഫ്രോണ്ടൽ ലോബ്. നമ്മളെ ഫ്രോണ്ടൽ ലോബിൻ്റെ റിമൈനിങ് ആൻറ്റീരിയർ പാർട്ടിനെയാണ് പ്രീ ഫ്രോണ്ടൽ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഇമോഷൻസ്, കോൺസെൻട്രേഷൻ, അറ്റൻഷൻ, ഇനിസിയേഷൻ ആൻഡ് ജഡ്ജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഫ്രോണ്ടൽ ലോബിന് സ്ട്രോക്ക് വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഫ്രോണ്ടൽ ലോബിന് ഇഞ്ചറി വരുന്ന TBI പേഷ്യൻസ്, ഇവർക്കെല്ലാം ഇമോഷണലി കുറച്ച് എഫക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവർ നന്നായിട്ട് കോർപ്പറേറ്റ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ പെട്ടെന്ന് അഗ്രസീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഇവരുടെ ഇപ്പം ബൈസ്റ്റാൻഡേഴ്സിനോട് ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും, അവരുടെ പേഴ്സണാലിറ്റി ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഈ ഫ്രോണ്ടൽ ഏരിയാസിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്.